വണക്കം. SIR അഥവാ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം. ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തെയും രാഹുൽ ഈശ്വറിൻ്റെയും കേസിൻ്റെ ഇടയിൽ മുക്കിക്കളയല്ലേ എന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ SIRൽ ഏറ്റവും കൂടുതൽ കലാപ സാധ്യതയുണ്ട് എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ഒരു പ്രദേശമാണ് ഈ ബംഗാൾ എന്ന് പറയുന്നത്. ബംഗാൾ എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബംഗാൾ. മമതാ ബാനർജി കുറ്റിയും പറിച്ച് തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. SIR നടപ്പിലാക്കാൻ പറ്റൂല, നടപ്പിലാക്കിയ വെട്ടിക്കളയും, വെട്ടിത്താക്കും, വെട്ടിപ്പിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മമതാ ബാനർജി തേരാപ്പാര നടക്കുന്നത്. പക്ഷേ SIR നടപ്പിലാക്കുന്നത് മോദിയല്ല, SIR നടപ്പിലാക്കുന്നത് അമിത്ഷയാണ്. അമിത്ഷയാണ് ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നത്. മോദിയാണെങ്കിൽ മോദി മമതയെ ദീദി ദീദി എന്ന് വിളിച്ച് വലിയ രീതിയിൽ സോപ്പിട്ടൊക്കെ നിന്നേനെ. പക്ഷേ ഇത് അമിത്ഷായാണ്. അമിത്ഷാ അടുത്ത് കളിയൊന്നും നടക്കില്ല എന്ന് കൃത്യമായിട്ട് മമതാ ബാനർജിക്ക് അറിയാം. അതുകൊണ്ട് മമതാ ബാനർജി ആ സൈഡിലോട്ട് അങ്ങോട്ട് ഒതുങ്ങി നിൽക്കുകയാണ്. പിന്നെ ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് പിടിക്കാനായിട്ട് ഞാൻ പുതിയ ബാബറി മസ്ജിദ് പണിയാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ മമതാ ബാനർജി രംഗത്തെത്തിയിരിക്കുന്നത്. എന്തു തന്നെയായിരുന്നാലും ഇപ്പോൾ ബംഗാളിൽ വളരെ സുഗമമായിട്ട് ഒരു പ്രശ്നവുമില്ലാതെ SIR നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 100% ഡാറ്റയും ഇതിനകം ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. നമ്മുടെ ദേശീയ മാധ്യമങ്ങളായിട്ടുള്ള ഇന്ത്യ ടുഡേ, ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 100% ഡാറ്റയും ഡിജിറ്റലൈസ്ഡ് ആക്കുമ്പോൾ എത്ര ലക്ഷം പേരാണ് ഈ ഫോം പൂരിപ്പിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരാത്തത് എന്നുള്ളൊരു ചോദ്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ അത് 19 to 20 ലക്ഷമാണെങ്കിൽ ബംഗാളിൽ അത് 54 ലക്ഷത്തോളം ബംഗ്ലാദേശികളും റോഹിംഗ്യൻ മുസ്ലിംസുമാണ് ഇത് തിരിച്ചു തരാതെ ഒളിച്ചു കളിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അങ്ങനെ ഓമാർ ഇത് തിരിച്ചു തരാതെ ഒളിച്ചു കളിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തൂത്തു പറക്കാനായിട്ടാണ് അവിടെ ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകമായിട്ടുള്ള തീവ്ര പുനരവലോകനത്തിൻ്റെ പ്രീ ഹിയറിംഗ് ഘട്ടം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നു. 7.6 കോടി വോട്ടർമാരാണ് അവിടെ മുഴുവനായിട്ടും ഇപ്പോൾ ഉള്ളത് എന്നാണ് ഈ SIRൻ്റെ 100% ഡിജിറ്റലൈസേഷൻ കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്.